കാറ്റും മഴയല്ലേ അല്ലേ അതെ. അതാരാ വരുന്നത്? അംഗൻവാടി ടീച്ചർ ആശ വർക്കറല്ലേ മതി. ആണോ മഴ തന്നെ അല്ലേ? മഴയെല്ലാം ഉണ്ടാ? അതന്നെ മഴയേ മഴ, ഒരേ മഴ. മഴക്കാലം വന്നപ്പോ എന്താ ചെയ്യാ? എല്ലാരും പൊന്നുവാ. ഭയങ്കര മഴ അശ്മിത, ഇന്ന് എന്തേ സ്കൂളിൽ പോയിട്ടില്ല? ഛർദിയാ? പറഞ്ഞ? ഓ ആയിട്ട് മരുന്നാ വാങ്ങി. ആകെ തണുപ്പല്ലേ, എന്തെല്ലാ രോഗങ്ങളല്ലേ. അതെ, ഇപ്പൊ നിപ്പെല്ലാം ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിനല്ലോ. എന്താണ് ചെയ്യണ്ടേ ഭഗവാനെ? അമ്മിയമ്മേ, നമ്മളിവിടെ വന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചറെ പറഞ്ഞു കൊടുക്കുക എന്താന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളൊരു ക്ലാസ് എടുത്തു കൊടുക്കും. അപ്പത്തേ ഞാൻ ഈ വീടും പരിസരമെല്ലാം ഒന്ന് നോക്കിയിട്ട് വരട്ടെ. ചെറിയൊരു കോർഡിനേഷൻ എല്ലാം നടത്താറുണ്ട്. ലോട്ടു ഇവിടെയുള്ള ഓരോ ലോട്ടു ഓരോല്ലാം വിളിക്കറാ. ഇപ്പൊ മഴക്കാലല്ലേ, ഇപ്പൊ ഭയങ്കര മഴക്കാലം. ഇപ്പൊ ഞങ്ങൾ വന്നു മഴക്കാല പരിസര ശുചീകരണത്തെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ എല്ലാവർക്കും അസുഖങ്ങളല്ലേ, മഴ, നിപ്പയും കൊറോണയും. നിപ്പ ഇറങ്ങിയിട്ടുണ്ട് മോളെ, നിപ്പ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മലപ്പുറത്തും പാലക്കാടെല്ലാം നിപ്പ വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇപ്പം പടർന്ന് പിടിക്കുവാണ് നിപ്പ. ഈ ആ മാങ്ങയും അതുപോലെ പേരക്കൊന്നും കഴിക്കില്ല, പേരക്ക കഴിക്കില്ല അല്ലേ. പിന്നെ ഇപ്പൊ പിന്നെ പണ്ടത്തെ കൊറോണയും തിരിച്ചു വന്നിട്ടുണ്ട്. കൊറോണയ്ക്ക് ഇപ്പൊ പിന്നെ കൊറോണയാണ്. പിന്നെ ഇപ്പൊ അധികമായിട്ട് വയറിളപ്പനിയല്ലേ, അത് ശ്രദ്ധിക്കണം, അധികമായിട്ട് ശ്രദ്ധിക്കണം. നമ്മ ഡെങ്കി, നിങ്ങൾക്കറിയില്ലേ ഡെങ്കിപ്പനിയെ കുറിച്ച് അറിയില്ലേ? എങ്ങനെയാണ് ഡെങ്കിപ്പനി എന്താ ഉണ്ടാക്കുമെന്ന് അറിയില്ല. എന്താ ഡെങ്കിപ്പനി വരുത്തുന്നത്? എന്തിലൂടെയാണ് ഡെങ്കിപ്പനി വരുത്തുന്നത്? അമ്മമ്മക്കറിയാം കേട്ടോ, കൊതുക്. കൊതുകിലൂടെ ഇങ്ങനെ ക്ലാസ് ഉണ്ടാക്കാൻ പാടില്ല, നമ്മൾ ഇത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. പിന്നെ എടുത്തുന്ന മെച്ചയും GPS എല്ലാം വന്ന് ക്ലാസ് എടുക്കുന്നത് കേട്ടിട്ട് അറിയാം അല്ലേ, അറിയാലോ അല്ലേ. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട. എന്നാലും പരിസരമൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ. അതുപോലെ കൊതുക് വളരാനുള്ള സാഹചര്യമൊക്കെ ഒഴിവാക്കണം. ചിരട്ടയിലൊക്കെ വെള്ളമോ അതുപോലെ തന്നെ കുപ്പിയിലും അവിടെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കളയണം. പിന്നെ വെള്ളം നിങ്ങൾ തിളപ്പിച്ചാറിയേ കുടിക്കാവൂ. എന്തായാലും ശരി, എത്ര ആയാലും ശരി, വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് നല്ലോണം പതിച്ച് മറിയണം. ചൂടായ പോരെ, നല്ലോണം തിളപ്പിച്ച് ആ വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ. പിന്നെ ഒരു കാര്യം, തിളച്ച വെള്ളത്തിൽ നിങ്ങൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ച് കുടിക്കരുത്. പച്ചവെള്ളം ഒഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ തിളപ്പിച്ച ഗുണം ഉണ്ടാവില്ല. മോളെ ഇനി പച്ചവെള്ളമൊന്നും കുടിക്കരുത് കേട്ടോ. നല്ല ചൂടുവെള്ളം മാത്രം. അത് കുടിച്ചോ, പച്ചവെള്ളം പോലെ കുടിച്ചോ, കുഴപ്പമില്ല. തിളപ്പിച്ചിട്ട് തിളപ്പിച്ച് തിളച്ച വെള്ളം തണുപ്പിച്ചിട്ടേ കുടിക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ അതിനകത്ത് ഒത്തിരി രോഗാണുക്കൾ ഉണ്ടാവും. രോഗാണുക്കൾ ചെന്ന് നമുക്ക് മഞ്ഞപ്പിക്കും, വയറിളക്കോ ഛർദി എല്ലാം ഉണ്ടാവും. അതെല്ലാം നമുക്ക് ഒഴിവാക്കണ്ടേ. പിന്നെ സ്കൂളിൽ പോയിട്ട് കഴിയുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന കാണുമ്പോൾ ചവിട്ടിപ്പോകാൻ നല്ല രസമല്ലേ. ഇനി ഞങ്ങൾ ചെളിവെള്ളത്തിലൊന്നും ചവിട്ടല്ലേ കേട്ടോ, വെള്ളത്തിലൊന്നും ചവിട്ടി നടക്കല്ലേ കേട്ടോ. കാരണം ചെളിവെള്ളത്തിലെല്ലാം എലി മൂത്രമൊഴിക്കാനും വിസർജിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അത് എവിടെയെങ്കിലും പറമ്പിലൂടെയൊക്കെ വിസർജിച്ചൊക്കെ വരുന്നതൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, മലമൂത്ര വിസർജനമൊക്കെ ചെയ്ത വെള്ളം ആയിരിക്കും. പറമ്പിലൂടെയൊക്കെ ഒഴുകി വരുന്നതല്ലേ, പല രോഗാണുക്കളും കൃമിയും കീടങ്ങളും എല്ലാം ഉള്ള വെള്ളമാണ്, മലിനജലമാണ്. മണ്ണ് കലക്കവെള്ളം, അതിലൊന്നും ചവിട്ടി ഇതാക്കി കഴിഞ്ഞാൽ നമ്മളെ കാലിലൊക്കെ മുറിവുണ്ടെങ്കിൽ ആ മുറിവിലൂടെയൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ കയറും. അങ്ങനെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക, എലിപ്പനിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കലക്ക വെള്ളത്തിൽ മോശ വെള്ളത്തിലൊന്നും ചവിട്ടാനോ ഒന്നും പാടില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. ചെരുപ്പിട്ടിട്ടേ നടക്കാവൂ കേട്ടോ. പുറത്തിറങ്ങുമ്പോൾ എപ്പം ചെരുപ്പിട്ടിട്ടേ നടക്കാവുള്ളൂ. ഡെങ്കി ഇത് എലിപ്പനി മാത്രമല്ല വെള്ളത്തിൽ കൂടെ വരുന്നത്. പിന്നെ ഏതാ ഡെങ്കിപ്പനി കൊതുക് പരത്തുന്നല്ലേ. പിന്നെ മലമ്പിനി, മഞ്ഞപ്പിത്തം ഒക്കെ എങ്ങനെയാണ് വരിക? ഇതൊക്കെ കൊളറ ഒക്കെ വരുന്നത് വെള്ളത്തിലൂടെയാണ്. വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം ഒന്ന് ക്ലോറിനേഷൻ ചെയ്യാനും കൂടെ
വന്നതാണ്. പരിസരം ഒന്ന് നോക്കണം, ക്ലോറിനേഷൻ ചെയ്യണം. ഏതായാലും ആശാ വർക്കർ പരിസരം നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം കുപ്പിയോ പാട്ടയോ പ്ലാസ്റ്റിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റി നീക്കം ചെയ്യണേ. അതുപോലെ റബ്ബർ വെട്ടുന്നുണ്ട് അല്ലേ, റബ്ബർ വെട്ട് നിങ്ങൾ ആ ചിരട്ട കമഴ്ത്തി വെച്ചിട്ട് അത് താഴെ വീണിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറഞ്ഞിട്ട് കൊതുക് കെട്ടി നിൽക്കാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വെള്ളം ചൂടാക്കി നമുക്കിനി കുറേ വീടുകളിൽ പോകാനുണ്ട്. നമ്മൾ ക്ലോറിനേഷനും കൂടെ നമ്മൾ നടത്തിയിട്ട് പോയിക്കോളാം. ഓക്കെ, നിങ്ങൾ കിണർ റെഡിയാ? ശരി ശരി, നമ്മളത് ചെയ്തോളാം കേട്ടോ. ടീച്ചറെ ക്ലാസ് എടുത്തു കഴിഞ്ഞാ ഞാൻ ഇവരുടെ വീടും പരിസരം എല്ലാം നോക്കി കേട്ടാ. ഞാൻ പോയി കോർഡിനേഷനും ചെയ്തിട്ടുണ്ട്. നമുക്ക് പോവാം. അതിന് എത്ര വീടുകൾ ഇനി കയറാനുണ്ട്? എല്ലാം എന്ത് നാണമണിയമ്മ ഈ കാണിക്കുന്നത്? ബക്കറ്റിനെല്ലാം വെള്ളം പൊടിച്ചു വെച്ചേക്കുന്നേ. കൊതുക് മുട്ടയിടൂലേ? ഇന്നത് വെക്കറ് കേട്ടാ. ദിവസം വെള്ളം മാറ്റണ്ട. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൊതുക് മുട്ടയിടും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാ ചെയ്യണ്ടേ, അതെല്ലാം മാറ്റണ്ടേ. ഇവിടെ കുറെ ഏറിയ വീടുകൾ കൂടി നമ്മള് പോട്ടെ, കുറച്ച് വീടുകൾ കയറാനുണ്ട്. പോട്ടെ പിന്നെ നമ്മള് കഴിഞ്ഞു. അപ്പൊ പൊന്നു ബൈ, പിന്നെ